നമസ്കാരം. സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമനത്തിൽ സർക്കാർ വാദം ഹൈക്കോടതി അംഗീകരിച്ചു. പക്ഷേ കേരള സർവകലാശാലയിലെ ബലപരീക്ഷണം ഇപ്പോഴും തുടരുന്നു. സർവകലാശാലയിലെ ഭരണനിർവഹണം തടസ്സപ്പെടുത്തും വിധം ഇവിടെയും പ്രശ്നപരിഹാരത്തിന് നീതിപീഠം ഇടപെട്ടേ മതിയാകൂ എന്ന സ്ഥിതി സംജാതമായിരിക്കുകയാണ്. വിസിയും സിൻഡിക്കേറ്റും തമ്മിൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നടക്കുന്ന പോരാട്ടം എന്ന് അവസാനിക്കും? സമഗ്രമായി നോക്കാം. ടോപ് 10 ആദ്യം പ്രധാന തലക്കെട്ടുകൾ. താൽക്കാലിക വിസി നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. സർക്കാർ പാനലിൽ നിന്ന് വിസിമാരെ നിയമിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. താൽക്കാലിക വിസി നിയമനം 6 മാസത്തിൽ കവിയരുതെന്നും കോടതി. സാങ്കേതിക ഡിജിറ്റൽ വിസിമാർ പുറത്തേക്ക്. കേരള സർവകലാശാല വിഷയത്തിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി വിസി മോഹനൻ കുന്നുമ്മൽ. സർവകലാശാലയിലെ ഫയൽ നീക്കം സ്തംഭിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതോടെ യമനിൽ അടിയന്തര യോഗം. മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം. വത്തിക്കാന്റെ ഇടപെടൽ തേടി സേവ് നിമിഷപ്രിയ കൗൺസിൽ. മോചനത്തിനായി പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും ദിയാധനത്തിൽ ഇടപെടാൻ പരിമിതിയെന്നും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ. വിവാഹമോചന കേസുകളിൽ പങ്കാളിയുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്തത് തെളിവായി സ്വീകരിക്കാമെന്ന് സുപ്രീം കോടതി. മൗലികാവകാശ ലംഘനമാകില്ലെന്ന് കോടതി. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധി റദ്ദാക്കി. ബീഹാർ മാതൃകയിൽ രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലക്ഷ്യം അനധികൃത വോട്ടർമാരെ ഒഴിവാക്കൽ. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക ഉടൻ പരിഷ്കരിക്കും. നടൻ തിലകന്റെ 90ാം ജന്മദിനം നാളെ. തിലകന്റെ ഓർമ്മകൾ പോലും മായിച്ചവഗണന. കുട്ടിക്കാലം ചെലവഴിച്ച ഇടുക്കി പെരുവന്താനത്ത് നിർമ്മിച്ച തിലകൻ സ്മാരക പാർക്ക് 1 വർഷത്തിനുള്ളിൽ പൂട്ടി. പഞ്ചായത്ത് അധികൃതരുടെ വീഴ്ചയെന്ന ആക്ഷേപം. ടോപ് 10 സ്പെഷ്യൽ. പതിനെട്ട് ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി ആക്സിയം 4 സംഘം ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങി. ശുഭാംശു ശുക്ലയും കൂട്ടരും നാളെ വൈകിട്ട് 3 മണിയോടെ ഭൂമിയിലെത്തും. പേടകം ഇറങ്ങുക കാലിഫോർണിയയ്ക്ക് സമീപം ശാന്തസമുദ്രത്തിൽ. ബോയിംഗ് വിമാനങ്ങളിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ അടിയന്തരമായി പരിശോധിക്കാൻ DGCA. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. നടപടി അഹമ്മദാബാദ് അപകടത്തിന് കാരണം ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയതെന്ന കണ്ടെത്തലിന് പിന്നാലെ. ലോർഡ്സ് ടെസ്റ്റിൽ ഇന്ത്യ പൊരുതി തോറ്റു. ഇംഗ്ലണ്ടിന്റെ വിജയം 22 റൺസിന്. ഇന്ത്യ 170 പുറത്ത്. പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിൽ. 4ാം ടെസ്റ്റ് 23 മുതൽ മാഞ്ചസ്റ്ററിൽ. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ കൗൺസിലിൽ BJPയുടെ പ്രതിഷേധം. താൽക്കാലിക തസ്തികകൾ സൃഷ്ടിച്ച് പാർട്ടിക്കാരെ കോർപ്പറേഷനിൽ നിയമിക്കുന്നുവെന്ന് BJP. ശുചീകരണ തൊഴിലാളികളുടെ നിയമനത്തിൽ അഴിമതിയെന്നും ആരോപണം. സ്റ്റോറി ഓഫ് ദി ഡേ. പച്ചപ്പിനുള്ളിലെ കുഞ്ഞു സ്വർഗം. സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമനം 6 മാസത്തിൽ കവിയരുതെന്ന് ഹൈക്കോടതി. സർക്കാർ പാനലിൽ നിന്ന് വിസിമാരെ നിയമിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് കോടതി ശരിവെച്ചു. ഗവർണറുടെ അപ്പീൽ തള്ളി. സാങ്കേതിക ഡിജിറ്റൽ വിസിമാർ പുറത്തേക്ക്. വിസി നിയമനം സർക്കാർ പാനലിൽ നിന്ന് വേണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതിനെതിരെയാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, ജസ്റ്റിസ് PV ബാലകൃഷ്ണൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിച്ചത്. സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർക്ക് സുപ്രധാന പങ്കുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വിസിമാർ സർവകലാശാല താൽപര്യം സംരക്ഷിക്കണം. താൽക്കാലിക വിസി നിയമനം താൽക്കാലിക സംവിധാനം മാത്രമാണ്. താൽക്കാലിക വിസിമാരുടെ നിയമനം 6 മാസത്തിൽ കൂടാൻ പാടില്ല. വിസി നിയമനം നീളുന്നത് വിദ്യാർത്ഥികളെ ബാധിക്കും. സ്ഥിര വിസി നിയമനത്തിൽ കാലതാമസം പാടില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി.
ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലറായിരുന്ന സമയത്താണ് സർക്കാർ പാനൽ മറികടന്ന് KTU-VC കെ ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് സിസ തോമസിനെയും നിയമിക്കുന്നത്. ഇത് ചോദ്യം ചെയ്താണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത്തരത്തിൽ നിയമനം നടത്താൻ ചാൻസലർക്ക് നിയമപരമായി അധികാരമില്ലെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ഈ വിധിയാണ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചത്. വിധിയോടെ KTU ഡിജിറ്റൽ സർവകലാശാല VC-മാർക്ക് സ്ഥാനം നഷ്ടമാകും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഹൈക്കോടതി അപ്പീൽ തള്ളിയതോടെ ഗവർണറുടെ നടപടികൾ നിയമവിരുദ്ധമാണെന്ന് തെളിഞ്ഞെന്ന് മന്ത്രി ആർ ബിന്ദു. സർക്കാരിന്റെ വാദം കോടതി ശരിവെച്ചെന്നും മന്ത്രി സർവകലാശാലകളുടെ പ്രവർത്തനം അട്ടിമറിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. ചാൻസലറായ ഗവർണർ സ്വീകരിച്ച നടപടികൾ നിയമവിരുദ്ധമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കേരള ഗവൺമെൻറ് നൽകുന്ന പാനലിൽ നിന്നാണ് താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം നടത്തേണ്ടത് എന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു. അതിൻ്റെ അപ്പീല് ഡിവിഷൻ ബെഞ്ചിൽ പോവുകയാണ് ചെയ്തത്. ഗവർണർ നടത്തിയ നിയമവിരുദ്ധമായ നടപടി കോടതി തള്ളിയിരിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണ് നിരന്തരം ലഭ്യമാകുന്ന കോടതി വിധികൾ സൂചിപ്പിക്കുന്നത്. സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് മന്ത്രി P രാജീവ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ പുതിയ നിർദ്ദേശങ്ങളുണ്ടാകും. അതിനനുസരിച്ച് ചാൻസലർ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശൂന്യതയിൽ നിന്ന് ചാൻസലർക്ക് നിയമനം നടത്താൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ VC-മാരുടെ നിയമനത്തെ സംബന്ധിച്ചുള്ള ഒരു ശ്രദ്ധേയമായ വിധിയായിട്ട് വേണം ഇതിനെ കാണാൻ. അതിനനുസൃതമായി തന്നെ അടിയന്തരമായി പുതിയ നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് വരും. അതിനനുസരിച്ച് തീരുമാനമെടുക്കാൻ ചാൻസലർ തയ്യാറാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പേരുകൾ എവിടെ നിന്ന് വരുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല, ഒരു സുതാര്യതയില്ല, ഇവരുടെ മെറിറ്റിനെ കുറിച്ച് വ്യക്തതയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏകപക്ഷീയമായി ശൂന്യതയിൽ നിന്ന് പേരുകളെടുത്ത് നിയമിക്കുന്ന രീതി ഒരു സംവിധാനത്തിനകത്തും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ലോകത്തിലെ വളരെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന രൂപത്തിൽ വളർന്നു വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ ചുരുങ്ങിയ കാലം കൊണ്ട് തകർക്കാൻ ഇത്തരം ശ്രമം നടന്നു എന്നത് കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കേരള സർവകലാശാല താൽക്കാലിക VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടി നിയമപരമല്ലെന്നും സിൻഡിക്കേറ്റ് യോഗം ചേരണമെങ്കിലും വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പ്രതികരിച്ചു. തൃശൂരിൽ സ്വകാര്യ ചടങ്ങിനെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി രാമനിലയത്തിൽ വെച്ചാണ് കേരള സർവകലാശാല താൽക്കാലിക VC മോഹനൻ കുന്നുമ്മൽ കൂടിക്കാഴ്ച നടത്തിയത്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടിയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു. സിൻഡിക്കേറ്റ് ചേരണമെങ്കിൽ വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണമെന്ന് ചർച്ചയ്ക്ക് ശേഷം മോഹനൻ കുന്നുമ്മൽ പ്രതികരിച്ചു. സിൻഡിക്കേറ്റ് എങ്ങനെ കൂടുക? സിൻഡിക്കേറ്റ് കൂടണമെങ്കിൽ അതിന് വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണം. എന്നിട്ട് അതിലൊരു തീരുമാനമെടുക്കണം. ആ തീരുമാനം വൈസ് ചാൻസലർ അപ്രൂവ് ചെയ്യണം. എന്നിട്ട് ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ വൈസ് ചാൻസലർ ഉൾപ്പെടണം. ഇതൊന്നും നടന്നിട്ടില്ല. സംഭവങ്ങളെല്ലാം ഭരണത്തലവൻ എന്ന നിലയിൽ ഗവർണറെ ബോധിപ്പിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ അധിക ചുമതല ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മോഹൻ കുന്നുമ്മൽ കൂട്ടിച്ചേർത്തു. അതേസമയം കുന്നുമ്മലിനെതിരെ സിൻഡിക്കേറ്റ് അംഗം G മുരളീധരൻ രംഗത്തെത്തി. VC-ക്ക് ആക്ടും സ്റ്റാറ്റ്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. ഐ ആം ദ യൂണിവേഴ്സിറ്റി എന്നതാണ് VC-യുടെ നിലപാടെന്നും G മുരളീധരൻ പറഞ്ഞു. അദ്ദേഹം പറയുന്നത് എനിക്ക് എന്ത് തീരുമാനം എടുക്കാം എന്നാണ് പറയുന്നത്. ഐ ആം ദ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ഐ ആം ദ യൂണിവേഴ്സിറ്റി, ഞാൻ തീരുമാനം എടുക്കും. ഞാനത് സിൻഡിക്കേറ്റ് റിപ്പോർട്ട് ചെയ്യും. സിൻഡിക്കേറ്റ് അത് അംഗീകരിച്ചോണമെന്നാണ് പറയുന്നത്. ഓൺലൈൻ ഫയൽ നോക്കാൻ പോലും എനിക്ക് അനുഭവമില്ലെന്നാണ് പറയുന്നത്. അതേസമയം മോഹനൻ കുന്നുമ്മലിനെതിരെ വിചാരണ സദസ്സുമായി SFI എത്തി. വിദ്യാർത്ഥികൾക്കായി VC-യോട് SFI 15 ചോദ്യങ്ങൾ ഉയർത്തി. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ VC-ക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അതിന് ധൈര്യമില്ലെങ്കിൽ വൈസ് ചാൻസലർ പണി അവസാനിപ്പിക്കണമെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ആവശ്യപ്പെട്ടു. മിസ്റ്റർ മോഹനൻ കുന്നുമ്മലിനോട് 15 ചോദ്യങ്ങൾ കേരള സർവകലാശാലയിൽ പഠിക്കുന്ന വിവിധ വിദ്യാർത്ഥികൾക്ക് വേണ്ടി SFI ചോദിക്കുകയാണ്. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങളെപ്പോലും ഭയപ്പെടുന്ന പേടിത്തൊണ്ടനായ അങ്ങ് ഈ കസേരയിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോയി വിദ്യാർത്ഥികളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പറയുകയാണ്. 40 മിനിറ്റിലേറെ നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ സർവകലാശാല ഭരണ പ്രതിസന്ധികൾ ചർച്ച ചെയ്തു. അമൃത ന്യൂസ്, തൃശൂർ. കേരള സർവകലാശാലയിൽ ഭരണപ്രതിസന്ധി രൂക്ഷം. VC തീർപ്പാക്കേണ്ട ഫയലുകൾ അനങ്ങാതെ കെട്ടിക്കിടക്കുകയാണ്. അതേസമയം VC മോഹനൻ കുന്നുമ്മൽ ഇതുവരെയും സർവകലാശാലയിൽ എത്തിയിട്ടില്ല.
സർവകലാശാലയിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള അപേക്ഷകൾ ഇതിനോടകം 2500 കടന്നു. നിരവധി അക്കാദമിക് കോഴ്സ് അംഗീകാരത്തിനുള്ള ഫയലുകൾ, അധിക പ്ലാൻ ഫണ്ട് അനുവദിക്കാനുള്ള അപേക്ഷകളടക്കം കെട്ടിക്കിടക്കുകയാണ്. അധ്യാപകരുടെ കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം, പ്രൊമോഷൻ ഫയലുകൾ ഉൾപ്പെടെ ഒന്നും തീർപ്പാക്കുന്നില്ലെന്നാണ് ആരോപണം. 2 ആഴ്ചയോളമായി സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വൈസ് ചാൻസലർ സർവകലാശാലയിലേക്ക് എത്തിയിട്ട്. ഇതോടെ പ്രതിസന്ധിയിലാകുന്നത് വിദ്യാർത്ഥികളാണ്. അതേസമയം രജിസ്ട്രാർ KS അനിൽകുമാർ ഒപ്പിട്ടയക്കുന്ന ഫയലുകൾ മോഹനൻ കുന്നുമൽ മടക്കി അയക്കുന്നുമുണ്ട്. ജോയിന്റ് രജിസ്ട്രാർമാർ നേരിട്ടയച്ച ഫയലുകളും VC മടക്കി അയച്ചു. ടെൻഡർ മാറ്റി നൽകാൻ സിൻഡിക്കേറ്റിനാണ് അധികാരമാണെന്നിരിക്കെ ഈ ഫയലുകളിൽ പൂർണ്ണ അധികാരം വേണമെന്ന VCയുടെ ആവശ്യവും നടക്കില്ലെന്നുറപ്പായി. സർവകലാശാലയിലെ ഭരണസ്തംഭനത്തിൽ കോൺഗ്രസ് സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങൾ സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിച്ചു. ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിയുടേത് കുറ്റകരമായ മൗനമാണെന്ന് M. വിൻസെന്റ് MLA പറഞ്ഞു. ഇക്കാര്യത്തിലുള്ള ഗവർണറുടെ നടപടിക്കെതിരായി മുഖ്യമന്ത്രി ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല. ആ ഗവർണർ നടത്തുന്ന ഈ നടപടിക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ മൗനമുണ്ടാകുന്നു. അതേസമയം VCക്കെതിരെയും ഗവർണർക്കെതിരെയും പ്രതിഷേധം ശക്തമാക്കാനാണ് SFIയുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർവകലാശാല രജിസ്ട്രാർമാരെ നിയമിക്കുന്നതിനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണെന്ന് ആവർത്തിച്ച് മന്ത്രി R. ബിന്ദു. രജിസ്ട്രാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ അധികാരമുള്ളതും സിൻഡിക്കേറ്റിനാണ്. വിദ്യാഭ്യാസ സംബന്ധമായ ബില്ലുകളെല്ലാം ചാൻസലർ പിടിച്ചുവച്ചിരിക്കുകയാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റാണ്. ഇത് എത്ര പ്രാവശ്യമായി പറയുന്നു. രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റാണ് എന്നുള്ളത് എഴുതി വയ്ക്കപ്പെട്ട നിയമമാണല്ലോ, ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാമല്ലോ. അതുപോലെ സിൻഡിക്കേറ്റ് തന്നെയാണ് രജിസ്ട്രാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള അധികാരമുള്ള ബോഡിയും സിൻഡിക്കേറ്റ് തന്നെയാണ്. സർവകലാശാല ബില്ലും നമ്മുടെ സ്വകാര്യ സർവകലാശാല ബില്ലും ഒക്കെ തന്നെ അദ്ദേഹം പിടിച്ചു വച്ചിരിക്കുകയാണ് ചാൻസലർ. അതുമായി ബന്ധപ്പെട്ട് വർത്തമാനങ്ങൾ നടക്കുന്നുണ്ട്, ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ നൽകുന്നില്ല തിരിച്ച് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ സംബന്ധിയായിട്ടുള്ള ബില്ലുകളെല്ലാം തന്നെ അസന്നിഗ്ധമായിട്ടുള്ള ഒരു നിലയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. വലിയ പ്രശ്നമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതോടെ യമനിൽ അടിയന്തര ചർച്ചകൾ തുടരുന്നു. മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യം. അതിനിടെ മോചനത്തിനായി സേവ് നിമിഷപ്രിയ കൗൺസിൽ വത്തിക്കാന്റെ ഇടപെടലും തേടിയിട്ടുണ്ട്. യമൻ പൗരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ നിർണായകമാവുന്നു. ചാണ്ടി ഉമ്മൻ MLAയുടെ ആവശ്യപ്രകാരമാണ് കാന്തപുരം യമനിലെ സൂഫി പണ്ഡിതൻ ഷേഖ് ഹബീബ് ഉമൻ ബിൻ ഹഫീലുമായി സംസാരിച്ചത്. തലാലിന്റെ സഹോദരനും നോർത്ത് യമൻ ഭരണകൂടവുമായും സംസാരിച്ചു. ഇതാദ്യമായാണ് തലാലിന്റെ കുടുംബവുമായി നിമിഷപ്രിയയുടെ ഭാഗത്തുനിന്ന് ഒരാൾക്ക് സംസാരിക്കാൻ കഴിയുന്നത്. ഏറെ പ്രതീക്ഷയോടെയാണ് ചർച്ചകൾ. യമൻ സുപ്രീം കോടതി ജഡ്ജി, തലാലിന്റെ സഹോദരൻ, ഗവൺമെന്റ് പ്രതിനിധി, മതപണ്ഡിതന്മാർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാകൂ. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്ന ആക്ഷൻ കൗൺസിലുമായി ചേർന്നാകും കാര്യങ്ങൾ നടപ്പാക്കുക. വധശിക്ഷ നീട്ടിവെക്കണമെന്ന് യമൻ സർക്കാരിനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യം അംഗീകരിക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് അറ്റോർണി ജനറൽ അറിയിച്ചു. യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധം ഇല്ലാത്തതിനാൽ പ്രശ്നത്തിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. ഇതിനായി മറ്റ് മാർഗങ്ങളും ഇന്ത്യ തേടിയിട്ടുണ്ട്. പരിമിതികൾ ഉള്ളതിനാൽ കൂടുതൽ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് അറ്റോർണി ജനറൽ അറിയിച്ചു. അമൃത ന്യൂസ്, ദുബായ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി കൂടുതലൊന്നും ചെയ്യാനാകില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും നല്ലത് സംഭവിക്കട്ടെയെന്നും AG പറഞ്ഞു. ദിയാധനം സ്വീകരിക്കുന്നതിൽ ഇടപെടാൻ പരിമിതിയുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെയാണ് ഹർജി എത്തിയത്. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടി ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് സഹായഹസ്തം നീട്ടി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിന്റെ കുടുംബം. ദിയാധനം സ്വീകരിച്ച് യമൻ പൗരന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറാണെങ്കിൽ നിയമവിദഗ്ധരുമായി ഉൾപ്പെടെ കൂടിയാലോചിച്ച് പണം നൽകാൻ തയ്യാറാണെന്ന് അബ്ദുൾ റഹീം നിയമസഹായ സമിതി ട്രസ്റ്റ് ജനറൽ കൺവീനർ KK ആലിക്കുട്ടി പറഞ്ഞു. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി 48 കോടി രൂപയാണ് ആകെ സമാഹരിച്ചത്. ഇതിൽ 37 കോടി രൂപയാണ് വധശിക്ഷയിൽ നിന്നും റഹീമിനെ മോചിപ്പിക്കാനായി ചിലവഴിച്ചത്. ബാക്കി തുക നിമിഷപ്രിയയുടെ മോചനത്തിനായി നൽകാൻ തയ്യാറാണെന്നാണ് റഹീമിന്റെ കുടുംബവും
ഇതുമായി ബന്ധപ്പെട്ട സഹായ സമിതികളും അറിയിച്ചത്. യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാണെങ്കിൽ നിയമവിദഗ്ധരുമായി ഉൾപ്പെടെ കൂടിയാലോചിച്ച് തുക നൽകുമെന്ന് റഹീം നിയമസഹായ സമിതി ട്രസ്റ്റ് ജനറൽ കൺവീനർ KK ആലിക്കുട്ടി പറഞ്ഞു. ഓൺലൈൻ യോഗ കൂടിയത്, ആ യോഗത്തിൽ വെച്ച് ഇങ്ങനെ വരുന്ന പക്ഷം എപ്പോഴാണ് അങ്ങനെ ഒരു ദിയാപണം ആവശ്യപ്പെടുകയാണെങ്കിൽ, ആ കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയാണെങ്കിൽ, ഇതുവരെ കമ്മിറ്റിയൊന്നും ബന്ധപ്പെട്ടിട്ടില്ല കേട്ടോ, ആണെങ്കിൽ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും അവർക്ക് വേണ്ട എല്ലാ നമ്മൾ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുമെന്നൊക്കെ അവൾ തയ്യാറായ കാര്യം നമ്മൾ അറിയിക്കുകയാണ്. ഞങ്ങൾ സഹായിച്ചിട്ട് വിജയിക്കുകയാണെങ്കിൽ പരമാവധി സഹായിക്കും. അതല്ല ഞങ്ങളൊരു പാർട്ടാവുകയാണെങ്കിൽ പാർട്ടാവും. എങ്ങനെ നമ്മളതിന് തയ്യാറാണ്, നമ്മൾ അവിടെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ മാസം 16-നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സർക്കാർ പോലും കഴിയൊഴിഞ്ഞ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകുക എന്നൊരു പോംവഴി മാത്രമാണിനി ബാക്കിയുള്ളത്. അതിനായുള്ള പരിശ്രമത്തിലാണ് കുടുംബം ഉൾപ്പെടെയുള്ളവർ. അമൃത ന്യൂസ്, കോഴിക്കോട്. വിവാഹമോചന കേസുകളിൽ സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി. പങ്കാളിയുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്തത് തെളിവായി പരിഗണിക്കാമെന്ന് കോടതി. ഇത്തരം തെളിവുകൾ സ്വീകരിക്കാനാകില്ലെന്ന പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ഉത്തരവ് കോടതി റദ്ദാക്കി. മൗലികാവകാശ ലംഘനം എന്ന പേരിൽ റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം തെളിവായി സ്വീകരിക്കാനാകില്ലെന്നായിരുന്നു പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇത് റദ്ദാക്കിയാണ് സുപ്രീം കോടതി സുപ്രധാന വിധി പ്രഖ്യാപിച്ചത്. ഇനി പങ്കാളി അറിയാതെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്താൽ അത് തെളിവായി കോടതികളിൽ സ്വീകരിക്കാം. മൗലികാവകാശ ലംഘനത്തിന്റെ പേരിൽ തെളിവ് മാറ്റി നിർത്താനാകില്ലെന്ന് വിധിയിൽ ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് വ്യക്തമാക്കി. വിവാഹമോചന കേസുകളിൽ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആശയക്കുഴപ്പങ്ങൾക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. വിവാഹമോചന കേസുകളിൽ തെളിവുകൾ അവതരിപ്പിക്കുന്നതിൽ കക്ഷികൾക്ക് ഇനി കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും. ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാർ മാതൃകയിൽ രാജ്യം മുഴുവൻ വോട്ടർ പട്ടിക നവീകരിക്കാനൊരുങ്ങുന്നു. അനധികൃത വോട്ടർമാരെ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക ഉടൻ പരിഷ്കരിക്കും. പ്രതിപക്ഷ പാർട്ടികളുടെ എതിർപ്പിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാർ മാതൃകയിൽ വോട്ടർ പട്ടിക നവീകരിക്കാൻ ഒരുങ്ങുന്നത്. ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി തടയില്ലെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് രാജ്യമൊട്ടാകെ ഈ രീതിയിൽ പരിഷ്കരണം നടപ്പിലാക്കാനുള്ള കമ്മീഷന്റെ നീക്കം. അനധികൃത വോട്ടർമാരെ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ബംഗ്ലാദേശ്, മ്യാൻമാർ കുടിയേറ്റക്കാർ ആധാർ കാർഡ് ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ കടന്നുകൂടുന്നുവെന്ന് കമ്മീഷൻ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതും കണക്കിലെടുത്താണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത്. ബീഹാറിൽ ഈ വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷമാണ്. അതിനാൽ കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക ഉടൻ പരിഷ്കരിക്കും. അടുത്ത മാസത്തോടെ കേരളത്തിൽ വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്താനുള്ള സംവിധാനങ്ങൾ പ്രാദേശികമായി ഏർപ്പെടുത്തും. ഏറ്റവും അവസാനം പരിഷ്കരിച്ച വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയും. അല്ലാത്തപക്ഷം 6 രേഖകൾ സമർപ്പിക്കേണ്ടി വരും. 2026 ജനുവരി 1 18 വയസ്സ് തികയുന്ന എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മലയാളത്തിന്റെ അഭിനയ പ്രതിഭ പത്മശ്രീ തിലകന്റെ 90-ാം ജന്മദിനമാണ് ജൂലൈ 15. സിനിമയ്ക്കകത്തും പുറത്തും സ്വന്തം നിലപാടുകളിൽ ഉറച്ചുനിന്ന വ്യക്തിത്വം. എന്നാൽ ആ ഓർമ്മകളെ പോലും അവഗണിക്കുകയാണ് തിലകന്റെ ജന്മനാട്. മഹാനടന്റെ ഓർമ്മയ്ക്കായി 2020 ഇടുക്കി പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച തിലകൻ സ്മാരക പാർക്ക് 1 വർഷത്തിനുള്ളിൽ അടച്ചുപൂട്ടി. മലയാളത്തിന്റെ മഹാനടൻ തിലകന്റെ ഓർമ്മയ്ക്കായി കേരളത്തിൽ ആദ്യമുയർന്ന സ്മാരകമാണ് അദ്ദേഹത്തിന്റെ ജന്മനാടായ ഇടുക്കി പെരുവന്താനം മണിക്കലിലെ ടൂറിസം പദ്ധതി. എന്നാൽ ഈ പദ്ധതി ഇന്ന് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. തിലകൻ എന്ന മഹാനടനെക്കുറിച്ചുള്ള ഓർമ്മകളെ പോലും അപമാനിക്കുകയാണ് ഒരു ഗ്രാമപഞ്ചായത്ത്. ഇടുക്കി പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ മണിക്കലിലാണ് തിലകന്റെ സ്മരണയ്ക്കായി പാർക്ക് നിർമ്മിച്ചത്. മണിക്കൽ റബ്ബർ എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്നു തിലകന്റെ പിതാവ്. തിലകൻ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയതും നാടകാഭിനയത്തിന് തുടക്കം കുറിച്ചതും മണിക്കലിൽ വെച്ചാണ്. മഹാനടന്റെ ഓർമ്മയ്ക്കായി പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് 1,15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. 2020 സെപ്റ്റംബർ 9 പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഓപ്പൺ തിയേറ്റർ, കൊട്ടവഞ്ചി, ഇരിപ്പിടങ്ങൾ, പെഡൽ ബോട്ട് എന്നിവയാണ് പദ്ധതിക്കായി ഒരുക്കിയിരുന്നത്. എന്നാൽ 1 വർഷം കഴിയും മുമ്പേ പാർക്കും അനുബന്ധ സംവിധാനങ്ങളും നാശത്തിന്റെ വക്കിലായി.
മുമ്പ് നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിൽ തിലകൻ സ്മാരകം പൂർണ്ണമായും ഉപേക്ഷിച്ച അവസ്ഥയിലായി. ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഈ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല. തികഞ്ഞ കെടുകാര്യസ്ഥതയാണ് അവർ എല്ലാ വിഷയങ്ങളിലും പുലർത്തുന്നത്. തോട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെ ബോട്ടുകൾ കരയ്ക്കുപേക്ഷിച്ചു. വൈകാതെ സഞ്ചാരികളും സിനിമാ സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം തിലകൻ സ്മാരകത്തെ മറന്നു. അഭിനയകലയുടെ പെരുന്തച്ഛനെ ജന്മനാട് ആദരിച്ചില്ലെങ്കിലും അപമാനിക്കരുത്. തിലകൻ സ്മാരകത്തിൽ നിന്നും MC ബോബൻ, അമൃത ന്യൂസ്. UDF ഭരിക്കുന്ന പെരുവന്താനം ഗ്രാമപഞ്ചായത്തിന്റെ വീഴ്ചയാണ് തിലകൻ സ്മാരക പാർക്ക് അനാഥമാകാൻ കാരണമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ജന്മനാട് തന്നെ തിലകൻ എന്ന മഹാനടനോട് കാണിക്കുന്ന അവഗണന ന്യായീകരിക്കാനാകില്ലെന്ന് ഇവർ കുറ്റപ്പെടുത്തി. ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു പാർക്കാണ് ഇന്ന് അനാഥമായി ഒരു ശ്മശാന ഭൂമിയായി ഇവിടെ കിടക്കുന്നത്. അതിൻ്റെ തീർച്ചയായും ഈ UDF ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഈ മനോഹരമായ ലേക്ക് ആൻഡ് പാർക്ക് ഇന്ന് അനാഥമായി കിടക്കുന്നത്. ലോകത്ത് ജനങ്ങൾ അറിയപ്പെടുന്ന ഒരു മഹാനടനാണ് തിലകൻ. അദ്ദേഹത്തോടുള്ള അവഗണനയും കൂടിയാണ് ഈ ഇത്ര അനാഥമായി ഇങ്ങനെ മണിക്കലിലെ ടൂറിസം പദ്ധതി അനാഥമാക്കി കളഞ്ഞിരിക്കുന്നത്. ഒരു വരുമാനം ഉണ്ടായിരുന്നു, കുറേ പേർക്ക് തൊഴിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എസ്റ്റേറ്റിലെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ അവർ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് വളരെ ദൂരെയൊന്നും പോകാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ ഇവിടെ വന്ന് ഒത്തുകൂടി എല്ലാവരും ഇവിടെ വന്ന് കാറ്റ് കൊണ്ടിരിക്കുകയും ചായയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ പോവുകയൊക്കെ ചെയ്തിരുന്ന നല്ലൊരു പദ്ധതിയായിരുന്നു. മഹാനായ സിനിമാ നടൻ തിലകൻ ജനിച്ചത് ഈ മണ്ണിലാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ചെക്ക് ഡാമും ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. 4 പേർക്ക് ജോലിയും 2,46,000 രൂപ ഒരു മാസം വരുമാനം ലഭിച്ച മഹത്തായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇന്ന് അനാഥമായി ഇവിടെ കിടക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി MC ബോബൻ ചേരുന്നുണ്ട്. ബോബൻ, തിലകന്റെ ഓർമ്മയ്ക്കായി ജന്മനാട്ടിൽ നിർമ്മിച്ച പാർക്കും അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ തകർന്നു കിടക്കുന്ന കാഴ്ച സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമാണ്. തിലകൻ എന്ന മലയാളത്തിന്റെ പ്രിയ നടനോട് കാട്ടുന്ന അവഗണനയോട് നാട്ടുകാരുടെയും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരുടെയും ഒക്കെ ഒരു പ്രതികരണം എന്താണ്? മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച അഭിനയ പ്രതിഭ അതാണ് തിലകൻ. തിലകന്റെ ജന്മനാടാണ് ഇടുക്കി ജില്ലയിലെ മുണ്ടക്കയത്തിന് സമീപമുള്ള മണിക്കൽ. TR&T എസ്റ്റേറ്റിലെ സൂപ്പർവൈസറായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അതുകൊണ്ട് തന്നെ തിലകന്റെ ജന്മനാടാണ് മണിക്കൽ മുണ്ടക്കയം പ്രദേശം. ഈ പെരുവന്താനം പഞ്ചായത്തിൽപ്പെടുന്ന മണിക്കലിൽ തിലകൻ മരിച്ചതിന് ശേഷം സ്മാരകം പണിയുന്നതിന് വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കുകയും ഇവിടെ ഒരു പാർക്ക് രൂപം നൽകുകയും ചെയ്തു. ഏതാണ്ട് 1 കോടിയിലധികം രൂപയാണ് ഇതിനായി മുതൽ മുടക്കിയത്. ഒരു ചെക്ക് ഡാം നിർമ്മിക്കുകയും ഇവിടെ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇവിടെയുള്ള 3 ബോട്ടുകൾ, 2 പെഡൽ ബോട്ടും ഒരു കൊട്ടവഞ്ചിയും ഉൾപ്പെടെയുള്ളവ നാട്ടുകാരും വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും സംഭാവനയായാണ് നൽകിയത്. അങ്ങനെ വലിയ ജനകീയ പിന്തുണയോടുകൂടിയാണ് തിലകൻ സ്മാരകവും തിലകൻ സ്മാരക പാർക്കും ഇവിടെ നിർമ്മിച്ചത്. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ പാർക്ക് പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലേക്ക് എത്തി. പാർക്കിലുണ്ടായിരുന്ന ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ നശിച്ചു. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് നിർമ്മിച്ചിരുന്ന വിശ്രമ കേന്ദ്രം തുറക്കാത്ത അവസ്ഥയിലായി, കംഫർട്ട് സ്റ്റേഷൻ തുറക്കാത്ത അവസ്ഥയിലേക്കായി. ഒരു മാസം 2 ലക്ഷത്തിലധികം രൂപ വരുമാനം പഞ്ചായത്തിന് ലഭിച്ചിരുന്നു ഈ തിലകൻ സ്മാരക പാർക്കിൽ നിന്ന്. എന്നാൽ ഇപ്പോൾ ഈ വലിയ അഭിനയ പ്രതിഭയോടുള്ള വലിയ അവഗണനയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ ലോഡിങ്ങിന് വേണ്ടി ലോറികളും മറ്റും കൊണ്ടുവന്ന് പൈനാപ്പിൾ ഉൾപ്പെടെയുള്ളവ കയറ്റുന്നതിനുള്ള ഒരു സ്ഥലമായി തിലകൻ സ്മാരക പാർക്ക് മാറിത്തീർന്നിരിക്കുന്നു. ജന്മനാട് തന്നെ തിലകനോട് കാണിക്കുന്ന ഈ അവഗണന, ഈ മഹാപ്രതിഭയോട് കാണിക്കുന്ന അവഗണന വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. തീർച്ചയായും ഉന്നത സ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരും കലാസംഘടനകളും സിനിമാ പ്രവർത്തകരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. എന്തായാലും ജന്മനാട്ടിൽ തിലകനെതിരെയുള്ള ഈ അവഗണനയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഈ മേഖലയിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. തീർച്ചയായും മലയാളത്തിന്റെ അഭിനയ പ്രതിഭ പത്മശ്രീ തിലകന്റെ 90ാം ജന്മദിനമാണ് നാളെ. സിനിമയ്ക്ക് അകത്തും പുറത്തും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. എന്നാൽ ആ ഓർമ്മകളെ പോലും അവഗണിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജന്മനാട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആ നാട്ടിൽ നിന്നും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് MC ബോബൻ. ആക്സ്
ആക്സിയം 4 ദൗത്യസംഘം ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തുടങ്ങി. 18 ദിവസത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ വാസത്തിനു ശേഷമാണ് ശുഭാംശു ശുക്ല അടങ്ങുന്ന സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:35 ക്രൂ ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തു. നാസയുടെയും സ്പേസ് എക്സിന്റെയും മിഷൻ കൺട്രോളിൽ നിന്ന് അന്തിമ അനുമതി ലഭിച്ച ശേഷമാണ് ഡ്രാഗൺ ബഹിരാകാശ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടുത്തിയത്. വൈകിട്ടോടെ തുടങ്ങിയ അൺഡോക്കിംഗ് പ്രക്രിയയിൽ ത്രസ്റ്റർ ജ്വലനങ്ങൾ കൃത്യമായിരുന്നുവെന്നും പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് അകലുകയാണെന്നും നാസ അധികൃതർ അറിയിച്ചു. ആക്സിയം 4 ദൗത്യത്തിന് നൽകിയ പിന്തുണയ്ക്ക് സ്പേസ് സ്റ്റേഷൻ ക്രൂവിനോട് കമാൻഡർ പെഗി വിറ്റ്സൺ നന്ദി രേഖപ്പെടുത്തി. 22 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ശുഭാംശു ശുക്ലയും സംഘവും സഞ്ചരിക്കുന്ന ഡ്രാഗൺ പേടകം ഭൂമിയിലെത്തുക. ഇന്ത്യൻ സമയം നാളെ വൈകിട്ട് 3 മണിയോടെ പേടകം കാലിഫോർണിയയ്ക്ക് സമീപം ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യും. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിപ്പിച്ച പേടകത്തിന്റെ വേഗത ഘട്ടം ഘട്ടമായി കുറച്ച് പാരച്യൂട്ടുകളുടെ സഹായത്തോടെ കടലിലിറക്കുന്ന പ്രക്രിയയാണ് സ്പ്ലാഷ് ഡൗൺ. അതിനുശേഷം യാത്രികരെ പേടകത്തിൽ നിന്ന് പുറത്തെത്തിച്ച് ബോട്ടുകളിൽ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. ഭൂഗുരുത്വവുമായി പൊരുത്തപ്പെടുന്നതിനായി 7 ദിവസം ഇവർ അവിടെയായിരിക്കും. ജൂൺ 26-നാണ് ആക്സിയം സ്പേസിന്റെ ആക്സിയം 4 ദൗത്യം ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ആരംഭിച്ചത്. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല, മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനോട്ട് പെഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോ സുസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് സംഘത്തിലുള്ളത്. ബഹിരാകാശ നിലയത്തിൽ ലക്ഷ്യമിട്ട 60 പരീക്ഷണങ്ങളും പൂർത്തിയാക്കിയാണ് സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത്. ഇതിൽ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ 6 വിത്തിനങ്ങളുടെ മുളപ്പിക്കൽ പരീക്ഷണവും ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വിമാനങ്ങളിലെ ഫ്യുവൽ കൺട്രോൾ സ്വിച്ചുകൾ അടിയന്തരമായി പരിശോധിക്കാൻ നിർദ്ദേശം നൽകി DGCA. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് കമ്പനികളുടെ ബോയിംഗ് വിമാനങ്ങളിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളാണ് പരിശോധിക്കുക. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന സംഭവത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് DGCAയുടെ ഉത്തരവ്. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ഫ്യുവൽ കൺട്രോൾ സ്വിച്ചുകൾ ഓഫായതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തോൽവി. 22 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചത്. 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 170-ന് പുറത്തായി. ഇന്ന് 4 വിക്കറ്റിന് 58 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ബാറ്റിംഗ് ആരംഭിച്ചത്. 61 റൺസ് എടുത്ത ജഡേജയും 43 റൺസ് എടുത്ത രാഹുലും മാത്രമാണ് ഇന്ത്യൻ നിരയിൽ തിളങ്ങിയത്. ഇംഗ്ലണ്ടിനായി ജോഫ്ര ആർച്ചർ, ബെൻ സ്റ്റോക്സ് എന്നിവർ 3 വിക്കറ്റ് വീതം വീഴ്ത്തി. ഇപ്പോൾ പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിട്ട് നിൽക്കുകയാണ്. 4ാം ടെസ്റ്റ് 23 മുതൽ മാഞ്ചസ്റ്ററിൽ നടക്കും. സംസ്ഥാന അന്തർജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി. രാവിലെ നടന്ന ആദ്യ മത്സരത്തിൽ ആലപ്പുഴയും പാലക്കാടും 1-1 സമനിലയിലും തിരുവനന്തപുരം 2-0 കോട്ടയത്തെയും പരാജയപ്പെടുത്തി. ഉച്ചയ്ക്ക് ശേഷം നടന്ന മത്സരങ്ങളിൽ തിരുവനന്തപുരം 4-0 പാലക്കാടിനെയും പരാജയപ്പെടുത്തി. വൈകിട്ട് ആലപ്പുഴയും കോട്ടയവും തമ്മിൽ നടന്ന മത്സരം 2-2 സമനിലയിൽ പിരിഞ്ഞു. ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. നാളെ നടക്കുന്ന ആദ്യ മത്സരത്തിൽ തൃശൂർ എറണാകുളത്തെയും കൊല്ലം വയനാടിനെയും, ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന മത്സരങ്ങളിൽ കോട്ടയം പാലക്കാടിനെയും തിരുവനന്തപുരം ആലപ്പുഴയെയും നേരിടും. ചാമ്പ്യൻഷിപ്പ് 20-ന് സമാപിക്കും. ശുചീകരണ തൊഴിലാളികളുടെ അനധികൃത നിയമനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായ പ്രതിഷേധവുമായി BJP കൗൺസിലർമാർ. കഴക്കൂട്ടം കൗൺസിലർ കവിത ഉൾപ്പെടെയുള്ളവർ ലിസ്റ്റിൽ കയറിപ്പറ്റിയതാണ് എന്നാണ് BJPയുടെ ആരോപണം. അതേസമയം എംപ്ലോയ്മെന്റ് വഴിയാണ് 348 പേരുടെ ലിസ്റ്റ് ലഭിച്ചതെന്ന് കോർപ്പറേഷൻ ഭരണസമിതിയും വ്യക്തമാക്കുന്നു. LDF നിലപാടിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച കോർപ്പറേഷന് മുന്നിൽ BJP നിരാഹാര സത്യാഗ്രഹം നടത്തും. തിരുവനന്തപുരം കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികളെ നിയമിക്കുന്നതിൽ LDF ഭരണസമിതി ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു എന്നാരോപിച്ചാണ് BJP കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തേക്കെത്തിയത്. 348 പേരുടെ ലിസ്റ്റ് അംഗീകരിക്കുന്നതിനെതിരെ കൗൺസിൽ യോഗത്തിൽ BJP പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം തീർത്തു. മേയറുടെ കൗൺസിൽ നടപടികൾ തടസ്സപ്പെടുത്തിയ BJP പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി.
അതേസമയം ബഹളത്തിനിടയിലും നടപടികൾ പൂർത്തിയാക്കി കൗൺസിൽ പിരിഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നൽകിയ ലിസ്റ്റും കൗൺസിൽ യോഗം അംഗീകരിച്ചു. തുടർന്ന് BJP കൗൺസിലർമാർ നഗരസഭയ്ക്ക് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. LDFന്റെ കഴക്കൂട്ടം കൗൺസിലർ കവിതയുടെ പേര് വരെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും BJP ആരോപിക്കുന്നു. ലിസ്റ്റ് അംഗീകരിക്കില്ലെന്നും ഇതിനെതിരെ ശനിയാഴ്ച BJPയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ നിരാഹാര സമരം ഇരിക്കുമെന്നും BJP ജില്ലാ കമ്മിറ്റി അറിയിച്ചു. ഈ വരുന്ന 19-ാം തീയതി കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ BJP രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന സത്യാഗ്രഹ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ എംപ്ലോയ്മെന്റിൽ നിന്ന് നൽകിയ 348 പേരുടെ ലിസ്റ്റാണ് കൗൺസിൽ അംഗീകരിച്ചതെന്നും ഇതിൽ കവിതയുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഭരണപക്ഷം വ്യക്തമാക്കി. ലിസ്റ്റിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന 64 പേർക്കാണ് നിയമനം നൽകുന്നത്. ആ അയക്കുന്നതനുസരിച്ച് അതിൽ നിന്ന് ഇന്റർവ്യൂ നടത്തി പ്രാക്ടിക്കൽ നടത്തിയാണ് ഇത് എടുക്കുന്നത്. എല്ലാ കൊല്ലവും കഴിഞ്ഞ എത്രയോ കാലങ്ങളായി നടന്നു വരുന്നതാണ്. ഇപ്പൊ ഇതൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഷോ കാണിക്കണമെന്നുള്ളത് മാത്രമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും ഒരുപാട് കൗൺസിലർമാർ ജോലി കിട്ടിപ്പോയിട്ടുണ്ട് ഇതുപോലെ. BJP കൗൺസിലർമാരുടെ ആക്രമണത്തിൽ 3 LDF കൗൺസിലർമാർക്ക് പരിക്കേറ്റതായും BJP കൗൺസിലർമാരായ ആശാനാഥിന്റെയും PV മഞ്ജു ദേവിയുടെയും അഴിമതി മറച്ചുവെക്കുന്നതിനാണ് നിയമാനുസൃതം നടത്തുന്ന നിയമനങ്ങൾക്കെതിരെ BJP രംഗത്തെത്തിയിരിക്കുന്നതെന്നും ഭരണപക്ഷം ആരോപിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ശുചീകരണ തൊഴിലാളികളെ അനധികൃതമായി നിയമിക്കാനുള്ള ഭരണസമിതിയുടെ നീക്കത്തിനെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തി. പാളയത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കോർപ്പറേഷൻ പടിക്കൽ പോലീസ് തടഞ്ഞു. കോർപ്പറേഷനിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് പോലീസുമായി നേരിയ സംഘർഷത്തിന് കാരണമായി. മേയർ ആര്യ രാജേന്ദ്രന്റെ കോലം കത്തിച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ നടക്കുന്ന അഴിമതിക്കും കേന്ദ്ര സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കുന്നതിനുമെതിരെ BJP കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കെട്ടിട നമ്പർ ക്രമക്കേട്, സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി നടപ്പാക്കിയ സൈക്കിൾ പദ്ധതിയിലെ അഴിമതി തുടങ്ങിയ കോർപ്പറേഷന്റെ അഴിമതികൾ അക്കമിട്ട് നിരത്തിയതായിരുന്നു പ്രതിഷേധം. BJP പ്രവർത്തകരെ പോലീസ് കോർപ്പറേഷന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലൂടെ കോർപ്പറേഷന്റെ അകത്തേക്ക് പ്രവേശിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. പിന്നീട് പ്രതിഷേധിച്ച BJP പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. കോർപ്പറേഷനിൽ നടക്കുന്നത് അഴിമതി കുംഭകോണമാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു.